നമ്മുടെ രാജ്യം ഇതുവരെ നിരോധിച്ച സംഘടനകളുടെ എണ്ണം 44 പോപ്പുലർ ഫ്രണ്ട് അടക്കം. ഇപ്പോൾ അതിലേക്ക് മറ്റൊരു സംഘടന കൂടി കടന്നു വരുന്നു എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. അതിനുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അതൊരു അന്തർദേശീയ ഭീകര സംഘടനയാണ്. 2015 നമ്മളൊരു അന്താരാഷ്ട്ര ഭീകര സംഘടനയെ പട്ടികയിൽപ്പെടുത്തുകയും അവർക്ക് നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്ത ISIS ആയിരുന്നു അത്. അതിനുശേഷം ഇപ്പോൾ നമ്മളുടെ രാജ്യം ഹമാസിനെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നീക്കം തുടങ്ങിയതായിട്ടാണ് പുറത്തു വരുന്ന വിവരം. ഹമാസിനെ നിരോധിക്കാൻ ഇന്ത്യക്ക് കഴിയില്ല. കാരണം ഇന്ത്യയിലെ ഒരു സംഘടനയെ നിരോധിക്കണമെങ്കിൽ അതിന് UAPA നിയമങ്ങൾ ഉപയോഗിച്ചാണ് ആ സംഘടനയെ നിരോധിക്കുന്നത്. ഇന്ത്യൻ നിയമങ്ങൾക്ക് ബാധകമാകുന്നതോ ഇല്ലെങ്കിൽ ഇന്ത്യൻ നിയമപരിധിക്കുള്ളിലുള്ള പ്രദേശങ്ങളിൽ അവരുടെ പ്രവർത്തനം ഉള്ളതോ ആയ സംഘടനകളെയാണ് അങ്ങനെ ചെയ്യാൻ കഴിയുന്നത്. ഒപ്പം തന്നെ സാമ്പത്തിക ഇടപാടുകൾ, റിക്രൂട്ട്മെൻറ്റിങ് മുതലായി നടക്കുന്ന സംഘടനകളെയാണ്. ഹമാസ് പ്രത്യക്ഷത്തിൽ അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും തന്നെ ഇന്ത്യയിൽ നടത്തിയിട്ടില്ല. പക്ഷേ ഹിസ്ബുള്ള അടക്കമുള്ള സംഘടനകൾ അങ്ങനെ നടത്തിയിട്ടുണ്ട്. അത്തരത്തിലാണ് നമ്മൾ അവർക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നത്. ഏതായാലും ഇസ്രയേലിൻ്റെ വളരെ കാലമായിട്ടുള്ള ആവശ്യമായിരുന്നു ഹമാസിനെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തണം, ഭീകര സംഘടനയെ പ്രഖ്യാപിക്കണമെന്നുള്ളത്. ഓസ്ട്രേലിയ, കാനഡ, ഇസ്രയേൽ, ജപ്പാൻ, ന്യൂസിലൻഡ്, UK, US, യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ ഹമാസിനെ ഭീകര സംഘടനകളുടെ പട്ടികയിൽ പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇസ്രയേൽ അംബാസഡർ പറഞ്ഞൊരു കാര്യം, പാക് ബേസ്ഡ് ആയിട്ടുള്ള ലഷ്കർ എ തോയ്ബയെ ഇസ്രയേൽ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേ മാതൃക ഇന്ത്യയും പിന്തുടരും എന്ന് താൻ പ്രതീക്ഷിക്കുന്നതായിട്ടാണ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ, കാരണം കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു പാക് അധിനിവേശ കാശ്മീരിൽ ഹമാസിൻ്റെ നേതാക്കൾ എത്തി ഇന്ത്യയോട് പോരാടാനുള്ള ഒരു ആഹ്വാനം നൽകിയത്. ദില്ലിയിൽ രക്തം ചിന്തുമെന്നും കാശ്മീർ പിടിച്ചടക്കുമെന്നുമൊക്കെ ഹമാസിൻ്റെ നേതാക്കൾ പാക് അധിനിവേശ കാശ്മീരിൽ ഭീകരർ സംഘടിപ്പിച്ച ഒരു റാലിയിൽ വന്ന് പരസ്യമായി പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഹമാസിന് വലിയ പിന്തുണ നമ്മുടെ രാജ്യത്തെ വിവിധ ഇടങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് പാലസ്തീനുള്ള പിന്തുണ എന്ന പേരിലാണ് ഹമാസിന് പിന്തുണ നൽകുന്നത്. അത് വളർന്നു വരുന്നത് കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ മുൻപോട്ട് പോകുമ്പോഴാണ് ഹമാസിനെ ഭീകര സംഘടനകളുടെ പട്ടികയിൽ പ്രഖ്യാപിക്കുക എന്നുള്ള ഒരു നീക്കവുമായി കേന്ദ്ര സർക്കാർ മുൻപോട്ട് പോകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.